ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ഐറ്റം കാണിച്ചു തരാവേ. ഇതെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് പഫ് പേസ്ട്രി ഷീറ്റ്. അതായത് നമ്മൾ മുട്ട പപ്സും മീറ്റ് റോളും ഒക്കെ ഉണ്ടാക്കാൻ ആൽഡിന്നും ലിഡിലിന്നും ഒക്കെ മേടിക്കുന്ന ടെസ്കോയിലും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇത് വെച്ച് ഞാൻ ഇന്നൊരു ഐറ്റം കാണിച്ചു തരാം കേട്ടോ. എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നമുക്കിത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാവേ. ഇതുപോലെ ഈ ഷീറ്റ് ഓപ്പൺ ആക്കിയിട്ട് നമ്മളൊരു പപ്സിന്റെ, ഒരു മുട്ട പപ്സിന്റെ ഒക്കെ വലിപ്പത്തിൽ തന്നെ ഇത് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അത് നമുക്ക് വീണ്ടും ഒന്നും കൂടെ കട്ട് ചെയ്യാം. നമുക്കിതാ ഇതേപോലെ ഒരു ഷീറ്റ് ആക്കി എടുക്കാം. ഇത് വേണമെങ്കിൽ പപ്സിന്റെ ആകൃതിയിൽ തന്നെ നമുക്ക് ഷേപ്പ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതാ ഇങ്ങനെയൊന്ന് റോൾ ചെയ്തെടുക്കാം. നമ്മൾ ഈ കുഴലപ്പൊക്കെ ഉണ്ടാക്കില്ലേ വീട്ടിലൊക്കെ, അതേപോലെ ഒന്ന് ജസ്റ്റ് റോൾ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കൊരു അങ്ങനെ ഇത് ഇങ്ങനെ ഉണ്ടാക്കി എടുത്തതിന് ശേഷം നമുക്കിത് ജസ്റ്റ് ബട്ടർ പേപ്പറിനകത്ത് ഒന്ന് വെക്കാം കേട്ടോ. ഈ പോരണം ഞാൻ നമ്മുടെ പപ്സ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കി നോക്കാം. ഇങ്ങനെ ഇനി ഇത് എയർ ഫ്രയറിൽ വെച്ച് 15 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാം റോൾ ചെയ്തെടുത്തു കേട്ടോ. ഒരെണ്ണം മാത്രം ഞാൻ പപ്സിന്റെ ആകൃതിയിൽ, ബാക്കിയെല്ലാം ഞാൻ അല്ലാണ്ട് നീളത്തില് റോൾ ചെയ്തെടുത്ത്. ഇനി ഇതൊരു 15 മിനിറ്റ് കുക്ക് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാവേ. അങ്ങനെ 15 മിനിറ്റ് കഴിഞ്ഞ് ഞാനിത് കുക്ക് ചെയ്തെടുത്തു കേട്ടോ. നല്ല കണ്ടോ, നല്ല ക്രിസ്പി പോലെ ആയിട്ടുണ്ട് കേട്ടോ. ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റാമേ. നല്ല ചൂടാട്ടോ. അല്ല, നമ്മൾ പപ്സിന്റെ പോലെ ഉണ്ടാക്കിയില്ലേ, കാണാനും നല്ല രസമാണ്. ഇപ്പൊ പെട്ടെന്നൊക്കെ ഒരു ഗസ്റ്റ് ഒക്കെ വരുമ്പോ നമ്മൾ എന്ന് ഈ അപ്പവും കറിയും ഒക്കെ കൊടുത്ത് മടുത്തെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പൊ ഞാൻ ഇന്ന് ഇതിന്റെ കൂടെ കഴിക്കാൻ പോകുന്നത് നല്ല ചിക്കൻ കറി ആയിട്ടോ. നല്ല ക്രീമി ആയിട്ടുണ്ടാക്കിയ ചിക്കൻ കറിയും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കട്ടെ. നല്ല പൊടിഞ്ഞു പോവേ, നല്ല സോഫ്റ്റ് ആട്ടോ. സൂപ്പറാ. ഒരു സ്റ്റാർട്ടറായിട്ടൊക്കെ കൊടുക്കാൻ പറ്റിയ ഐറ്റം കേട്ടോ.